സ്വാഗതം. നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത് വളരെ നിഗൂഢമായൊരു പുസ്തകമാണ്. 15ാം നൂറ്റാണ്ടിലെ ദി സേക്രഡ് മാജിക് ഓഫ് അബ്രമലിൻ ദി മേജ്. ശരിക്കും മനുഷ്യന്റെ ആത്മീയവും മാനസികവുമായ അതിരുകളെ ഒരു പുസ്തകം എങ്ങനെയാണ് ഇത്രത്തോളം പരീക്ഷിക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. ഈ ചിത്രമൊന്ന് നോക്കൂ. ഭയാനകമായ ഭൂതങ്ങൾക്ക് നടുവിൽ ഇരുട്ടിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു മാന്ത്രികൻ. ഇതൊരു സാധാരണ മാന്ത്രിക വിദ്യയെക്കുറിച്ചുള്ള പുസ്തകമല്ല കേട്ടോ. അങ്ങേയറ്റം കഠിനമായ, നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ആത്മീയ യാത്രയുടെ നേർക്കാഴ്ചയാണിത്. ഇതിന്റെ ഒരു ഗൗരവം ഈ ഒരൊറ്റ ദൃശ്യത്തിൽ തന്നെയുണ്ട്, അല്ലേ? നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ കയ്യെഴുത്ത് പ്രതിയുടെ യഥാർത്ഥ ഉത്ഭവം, ഈ അബ്രമലിൻ മാന്ത്രിക സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു, 6 മാസത്തെ ആ ഭയപ്പെടുത്തുന്ന തയ്യാറെടുപ്പുകൾ, പിന്നെ ആത്മാക്കളെ വിളിച്ചുവരുത്തുന്ന രീതി, അവസാനമായി ഇതിലെ ഏറ്റവും നിഗൂഢമായ മാന്ത്രിക ചതുരങ്ങൾ. അപ്പോൾ തുടങ്ങാമല്ലേ? ഒന്നാമത്തെ ഭാഗത്തേക്ക് വരാം. ഈ പുസ്തകം എവിടെ നിന്ന് വന്നു? ഇതിന്റെ ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതൊരു വെറും കെട്ടുകഥയല്ല എന്നാദ്യം തന്നെ പറയട്ടെ. പാരീസിലെ പ്രശസ്തമായ ബിബ്ലിയോതെക് DL ആഴ്സണൽ എന്ന വലിയ ലൈബ്രറിയിൽ നിന്നാണ് ഈ അപൂർവ ഗ്രന്ഥം കണ്ടെടുക്കുന്നത്. പിന്നീട് 1900-ൽ SL മെഗ്രേഗർ മാതേസ് ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. വളരെ നിഗൂഢമായ ഒരു കാര്യത്തിന് തികച്ചും യാഥാർത്ഥ്യബോധമുള്ളൊരു ചരിത്രപരമായ അടിത്തറ നൽകുന്നത് ഈ ഒരു കണ്ടെത്തലാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ സ്റ്റോറി ഇതാണ്. 1458-ൽ ജൂതനായ അബ്രഹാം തന്റെ മകൻ ലാമിക്കിനു വേണ്ടി എഴുതിയതാണ് ഈ ഗ്രന്ഥം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമില്ലേ? അദ്ദേഹം ഇത് എഴുതുമ്പോൾ പ്രായം 96 വയസ്സായിരുന്നു. അറിവ് തേടി ലോകം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ അദ്ദേഹം ഒടുവിൽ ഈജിപ്ഷ്യൻ മാന്ത്രികനായ അബ്രമെലിനെ കണ്ടുമുട്ടുന്നു. ജൂതവിശ്വാസമായ കബാലയെ അടിസ്ഥാനമാക്കിയാണ് ഈ സിസ്റ്റം പൂർണ്ണമായും വർക്ക് ചെയ്യുന്നത്. തന്റെ മകനൊരു സർവൈവൽ ഗൈഡെന്ന നിലയ്ക്കാണ് അവസാന കാലത്ത് അദ്ദേഹം ഇത് എഴുതി വെച്ചത്. ഇനി രണ്ടാമത്തെ ഭാഗം, അബ്രമലിൻ മാന്ത്രിക സംവിധാനം. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള പരമ്പരാഗത ബ്ലാക്ക് മാജിക്കിൽ നിന്നും ഈ പുസ്തകം എങ്ങനെയാണ് പൂർണ്ണമായും വ്യത്യസ്തമാകുന്നത് എന്ന് നോക്കാം. ഈ സ്ലൈഡിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ശ്രദ്ധിച്ചോ? സാധാരണ മാന്ത്രിക വിദ്യകൾ പോലെയല്ല ഇത്. ദുഷ്ടാത്മാക്കളുമായി നേരിട്ട് ഡീലുണ്ടാക്കുന്ന പരിപാടിയല്ല ഇത്. പകരം കഠിനമായ പരിശുദ്ധിയിലൂടെ കാവൽ മാലാഖമാരുടെ അനുഗ്രഹം നേടുക. എന്നിട്ട് അവർ നൽകുന്ന അധികാരം വെച്ച് ദുഷ്ടാത്മാക്കളെ നിയന്ത്രിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത കോൺസെപ്റ്റല്ലേ? മാലാഖമാരുടെ പെർമിഷനോടെ പിശാചുക്കളെ കൺട്രോൾ ചെയ്യുക. പക്ഷേ ഈ മാലാഖമാരുടെ അനുഗ്രഹം കിട്ടുക എന്നത് അത്ര സിമ്പിളായ കാര്യമൊന്നുമല്ല. റൂൾസ് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഈ കർമ്മം ചെയ്യുന്നയാൾക്ക് 25-നും 50-നും ഇടയിലായിരിക്കണം പ്രായം. മൃതദേഹങ്ങളിൽ തൊടാൻ പാടില്ല, മാംസമോ രക്തമോ കഴിക്കാൻ പാടില്ല. എല്ലാ സാബത്ത് ദിവസവും താനിരിക്കുന്ന പ്രാർത്ഥനാമുറി കൃത്യമായി വൃത്തിയാക്കണം. എന്തിനേറെ, എല്ലാവിധ ദുശ്ശീലങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കണം. അതായത് ഇത് വെറുതെ കുറച്ച് മന്ത്രങ്ങൾ ഉരുവിടുന്ന പരിപാടിയല്ല, മറിച്ച് ശാരീരികവും മാനസികവുമായ അങ്ങേയറ്റത്തെ പ്യൂരിഫിക്കേഷനാണ്. ഇനി നമ്മൾ വരുന്നത് മൂന്നാമത്തെ ഭാഗത്തേക്കാണ്. തയ്യാറെടുപ്പിന്റെ 6 ചാന്ദ്രമാസങ്ങൾ. ഒരു സാധകന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ, നാൾക്കുനാൾ തീവ്രത കൂടിക്കൂടി വരുന്ന ഒരു ഘട്ടമാണിത്. ഈ തയ്യാറെടുപ്പുകളുടെ ടൈം ലൈൻ വളരെ കൃത്യമാണ്. ആദ്യത്തെ 2 മാസം നോക്കൂ. സൂര്യോദയത്തിന് കൃത്യം 1/4 മണിക്കൂർ മുൻപ് മാത്രമുള്ള പ്രാർത്ഥന. അടുത്ത 2 മാസം രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കണം. എന്നാൽ അവസാനത്തെ 2 മാസങ്ങൾ അത് അങ്ങേയറ്റം ഭയാനകമാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പൂർണ്ണമായ ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കണം. സമയം മുന്നോട്ടു പോകുന്തോറും പൂർണ്ണമായ ഐസൊലേഷനിലേക്കാണ് ആ വ്യക്തി പോകുന്നത്. ആ പ്രാർത്ഥനാമുറിക്കുള്ളിൽ ആ വ്യക്തി അനുഭവിക്കുന്ന ഏകാന്തത ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. 6 മാസക്കാലം നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും പുറം ലോകത്തു നിന്നൊറ്റപ്പെട്ട് ഇതുപോലെ ഒരു മുറിക്കുള്ളിൽ പ്രാർത്ഥനയ്ക്കായി മാത്രം മാറ്റിവെക്കുക. ചിന്തിക്കാൻ പോലും പേടിയാകുന്നുണ്ടല്ലേ? അവിശ്വസനീയമാം വിധം ബൃഹത്തായ ഒരു മാനസിക കരുത്താണിതിന് ശരിക്കും ആവശ്യമായി വരുന്നത്. ശരി, ഇനി 4ാമത്തെ ഭാഗം, ആത്മാക്കളെ വിളിച്ചുവരുത്തൽ. 6 മാസത്തെ ആ കഠിനാധ്വാനത്തിന് ശേഷമുള്ള ഏറ്റവും നിർണായകമായ ക്ലൈമാക്സ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും സംഭവിക്കുന്നത്. 6 മാസത്തെ തയ്യാറെടുപ്പിനു ശേഷം വെറും 3 ദിവസം മാത്രം നീണ്ടുനിൽക്കുന്ന ഒന്നാണിത്. എങ്ങനെയാണിത് പടിപടിയായി പോകുന്നതെന്ന് നോക്കാം. ആദ്യ ദിവസം, തലയിൽ ചാരം പൂശി, ചെരിപ്പിടാതെ ദുഃഖാചരണത്തിനുള്ള വസ്ത്രം ധരിച്ച് സ്വയം ശുദ്ധീകരിക്കുന്നു. 2ാം ദിവസം, കാവൽ മാലാഖയുടെ ദർശനം നേടുന്നു, നല്ല ആത്മാക്കളെ വിളിക്കുന്നു. 3ാം ദിവസം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ മാലാഖയിൽ നിന്ന് കിട്ടിയ പുതിയ അധികാരം വെച്ച് മാത്രം ദുഷ്ടാത്മാക്കളെ വിളിച്ചുവരുത്തി അവരെ കൺട്രോൾ ചെയ്യുന്നു. വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു രീതിയാണത്. ചരിത്രപരമായി വളരെ സർപ്രൈസിംഗ് ആയ മറ്റൊരു കാര്യം കൂടി ഈ ഗ്രന്ഥം പറയുന്നുണ്ട്. ഈ ചടങ്ങുകൾക്ക് വേണ്ടി 6 മുതൽ 7 വയസ്സുവരെ മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഉപയോഗിക്കാൻ ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത്
ഒരു വെള്ളി പ്ലേറ്റിൽ മാലാഖമാർ തരുന്ന മെസ്സേജുകൾ വായിച്ചെടുക്കാനാണ് ഈ കുട്ടിയുടെ സഹായം തേടുന്നത്. കുട്ടികളുടെ നിഷ്കളങ്കതയും പരിശുദ്ധിയുമാണ് ഇതിന് കാരണം എന്നാണിതിൽ പറയുന്നത്. അക്കാലത്തെ ചിന്താഗതികളുടെ വളരെ വിചിത്രമായ ഒരു ചരിത്രരേഖ കൂടിയാണിത്. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗം, നിഗൂഢമായ മാന്ത്രിക ചതുരങ്ങൾ അഥവാ മാജിക്കൽ സ്ക്വയറുകൾ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ തിയറികൾ എങ്ങനെയാണ് ശരിക്കും ഒരു ഫിസിക്കൽ ഓബ്ജക്റ്റായി മാറുന്നതെന്ന് നോക്കാം. അക്ഷരങ്ങൾ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന ഗ്രിഡുകളാണിവ. ഇവ ഭൗതികമായ ഒരു തകിട് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് മാലാഖയുടെ അനുഗ്രഹം കിട്ടിയ ശേഷം ഈ സ്ക്വയറുകൾ ഉപയോഗിച്ചാണ് ഒരാൾ തനിക്ക് കീഴിലുള്ള ആത്മാക്കളെക്കൊണ്ട് പ്രത്യേക കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഈ വിദ്യ പ്രായോഗികമായി ലോകത്ത് നടപ്പിലാക്കാനുള്ള ടൂളുകളാണ് ഈ അക്ഷരചതുരങ്ങൾ. ഈ സ്ലൈഡൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഗ്രിഡുകളുടെ ഘടന എത്രമാത്രം സങ്കീർണമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിട്ടുള്ള MEPHAR എന്ന ചതുരം നോക്കുക. ഇതിലെ അക്ഷരങ്ങൾ കുറുകെ വായിച്ചാലും താഴേക്ക് വായിച്ചാലും ഒരുപോലെയാണ് വരുന്നത്. ഇതിനെ ഡബിൾ അക്രോസ്റ്റിക് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ ഒരു പെർഫെക്റ്റ് ഗണിതശാസ്ത്ര മാതൃകയാണ് ഇതിന് ആ അസാധാരണ ശക്തി നൽകുന്നത് എന്നാണ് ഈ ഗ്രന്ഥം അവകാശപ്പെടുന്നത്. എന്നാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 6 മാസത്തെ ആ കഠിനമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാത്ത ഒരാൾ ഈ അക്ഷരങ്ങൾ വെറുതെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് തീർത്തും ഫലശൂന്യമായിരിക്കുമെന്ന് മാത്രമല്ല, അയാൾക്ക് വലിയ അപകടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇവിടെ കുറുക്കുവഴികളൊന്നുമില്ല. 6 മാസത്തെ മാനസികവും ശാരീരികവുമായ സമർപ്പണമുണ്ടെങ്കിൽ മാത്രമേ ഈ സിംബലുകൾ വർക്ക് ചെയ്യൂ. ഇതിന് ട്രാൻസ്ലേറ്ററായ മാതേഴ്സ് നൽകുന്ന ഏറ്റവും ശക്തമായൊരു മുന്നറിയിപ്പുണ്ട്. അദ്ദേഹം പറയുന്നു, ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഈ അറിവ് ദുരുദ്ദേശത്തോടെ ഉപയോഗിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഈ ഒരു ചരിത്രപരമായ വിദ്യയുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്നും അതിനു പിന്നിലെ ഉദ്ദേശ്യശുദ്ധി എത്രത്തോളം പ്രധാനമാണെന്നും ഇത് നമ്മളെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവസാനം വളരെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഈ അബ്രമലിൻ മാന്ത്രിക വിദ്യയുടെ യഥാർത്ഥ ശക്തി എവിടെയാണ് കുടികൊള്ളുന്നത്? ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന ആ മാന്ത്രികതയിലാണോ, അതോ 6 മാസം നീണ്ടുനിൽക്കുന്ന ആ അസാധാരണമായ മാനസിക കരുത്തിലോ? മനുഷ്യ മനസ്സിന്റെ ഈ അതിരുകളെക്കുറിച്ചുള്ള അന്വേഷണം ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണല്ലേ? ഇതേക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? മറ്റൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം.